ആത്മനേ വൈകല്ലേ കാണുവാ വാഞ്ചയാ രാവിലും പകലിലും എന്നോർമ്മയിൽ നീ മാത്രമാ. ആത്മനേ വൈകല്ലേ കാണുവാ ആശയാ രാവിലും പകലിലും എന്നോർമ്മയിൽ നീ മാത്രമാ. ദൈവ കുഞ്ഞാടേ സ്തുതിക്കു യോഗ്യനേ മാറാത്ത സ്നേഹിതനേ. അങ്ങേ പാടുമ്പോൾ അങ്ങേ വാഴ്ത്തുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 3:1-2 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. ദൈവം സൃഷ്ടിച്ച മനുഷ്യർ സന്തോഷത്തോടും ആനന്ദത്തോടും ഒക്കെ ജീവിക്കുമ്പോൾ അവരുടെ ആ അധികാര സ്ഥലത്തേക്ക് ക്ഷണിക്കാത്തൊരു വ്യക്തി കടന്നു വരികയാണ്. സാത്താൻ പാമ്പിന്റെ വേഷത്തിൽ രൂപത്തിൽ കടന്നു വരികയാണ്. ഈ പാമ്പുമായി ഹവ്വ സംസാരിക്കുകയാണ്. ഇതാണ് ഈ ഭാഗം. ഇതിൽ നിന്ന് എന്താണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയുന്നെന്ന് ചോദിച്ചാൽ, സാത്താനുമായി നീ ഒരു സൗഹൃദ സംഭാഷണം നടത്തരുത്. നിന്റെ സംഭാഷണങ്ങളും നിന്റെ ഹൃദയം പകരേണ്ടതും ഒക്കെ നിന്റെ ദൈവമായിട്ടായിരിക്കണം. ആമേൻ. ആമേൻ. പൈശാചിക മണ്ഡലത്തോടോ ദുരാത്മ മണ്ഡലത്തോടൊന്നും സംസാരിക്കാനും ഇടപെടുവാനും സംശയങ്ങൾ തീർക്കാനും ഒന്നും ഉള്ള വ്യക്തിയല്ല നീ. അതിനൊന്നും അനുവാദം കൊടുക്കേണ്ട വ്യക്തിയല്ല നീ. സ്തോത്രം. പിശാചിന് ഒത്തിരി തന്ത്രങ്ങളുണ്ടാകാം, ഒത്തിരി ബലം ഉണ്ടായിരിക്കാം, ഒത്തിരി പ്ലാനുകളൊക്കെ ഉണ്ടായിരിക്കാം. അതൊന്നും നിന്നെ ആകർഷിക്കുകയോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയുകയോ ചെയ്യേണ്ട വ്യക്തിയല്ല നീ. കാരണം കർത്താവ് അവരെ സൃഷ്ടിച്ചപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അവരോട് ഒത്തിരി പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ദൈവം പറയാത്ത കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, സാത്താൻ ഓരോ ചോദ്യങ്ങൾ കൗശലത്തോടെ സംസാരിക്കുമ്പോൾ ഈ ഹവ്വ സാത്താനുമായി സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും പിശാച് നമ്മളെ കൺഫ്യൂഷനിലേക്ക് നടത്തുന്നതാണ്. അങ്ങനെ ആയാൽ എന്താവും, ഇങ്ങനെ ആയാൽ എന്താവും? നിങ്ങളെപ്പോഴും ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞത് അതിൽ മാത്രം ഫോക്കസ്ഡ് ആവുക. നിങ്ങളുടെ മുമ്പിൽ വരുന്ന കൺഫ്യൂഷനായി വരുന്ന പലതിൻ്റെ പിൻപിലും ഒരു സാത്താന്യ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിന് നമ്മൾ അധിക സമയം ചെലവഴിച്ചാൽ ചിലപ്പോൾ നമ്മൾ തകരപ്പെടാനും വഴുതപ്പെടാനും സാധ്യതയുണ്ട്. എല്ലാവരോടും എല്ലാം പറയരുത്. ആമേൻ. നീ കണക്ട് ചെയ്യേണ്ട വ്യക്തികളെ പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കിലേക്ക് എത്തിക്കും. എല്ലാവരോടും രഹസ്യങ്ങൾ പറയരുത്, എല്ലാവരോടും ഹൃദയം പറയരുത്, എല്ലാവരോടും വിജയരഹസ്യങ്ങൾ പറയരുത്. ആമേൻ. നിനക്ക് സംസാരിക്കാനും കണക്ട് ചെയ്യാനുള്ളവരെയൊക്കെ ദൈവം തന്നെ നിന്റെ മുമ്പിലേക്ക് എത്തിക്കും.
മോശയോട് പറയുന്നുണ്ട്, ഈ പോകുന്ന വഴിയിൽ നിന്റെ നേരെ അഹ്റോൻ വരും എന്ന് പറഞ്ഞാൽ നീ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ തന്നെ നിനക്ക് പരിചയപ്പെടുത്താം. മറിയോട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത്. അപ്പം ദൈവം തന്നെ നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യേണ്ട കണക്ഷൻസുകളെ തരും. നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റ് പല നിലകളിലൂടെ കടന്നു വരുന്ന ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തകർക്കാൻ സാധ്യതയുണ്ട്. ക്ഷണിക്കാതെ വരുന്ന, ഉപായത്തിൽ വരുന്ന ഈ പാമ്പ് അവരുടെ ലൈഫിൽ ഒത്തിരി തകർച്ചകൾ കൊണ്ടിട്ടു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവം തന്ന കവനന്റ് റിലേഷനകത്തേക്ക് ദൈവഹിതത്താൽ അല്ലാതെ വരുന്ന എല്ലാ കണക്ഷൻസുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഞങ്ങളുടെ ലൈഫിൽ ഒരു തകർച്ച, ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ നോക്കാറുണ്ട്, ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും കണക്ഷൻസുകൾ വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യും. ഞാൻ നിങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ തോട്ടത്തിൽ പാമ്പ് കയറാൻ അനുവദിക്കരുത്. കാരണം അത് നദിയുള്ളതും ഫലമുള്ളതുമായ സ്ഥലമാണ്. അങ്ങനെ കയറി വരുന്ന എല്ലാറ്റിനെയും മാറ്റാനൊരു ദൈവകൃപ പരിശുദ്ധാത്മ നിങ്ങൾക്ക് തരുന്നു. ധൈര്യപ്പെടുക. ഇത് ഒരു അത്ഭുതകരമായ ശുദ്ധീകരണത്തിന്റെ സമയമായിരിക്കും. ചതികൾ, വഞ്ചനകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള ഡിവൈൻ വിസ്ഡം ദൈവം നിങ്ങൾക്ക് തരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ ബുദ്ധി ഉപേക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ സംഭാഷണങ്ങൾ, ഞങ്ങളുടെ ബന്ധം ഞങ്ങൾ യേശുവിലേക്ക് തിരിക്കുന്നു. കർത്താവെ, യേശുവെ, ഞങ്ങൾ അങ്ങേ തിരഞ്ഞെടുക്കുകയാണ്. കർത്താവെ, യേശുവെ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തിയിൽ കർത്താവെ അങ്ങ് വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവ് കൂട്ടിമുട്ടേണ്ട വ്യക്തികൾ, കർത്താവ് ലഭിക്കേണ്ട ഡിവൈൻ കണക്ഷൻസ് എല്ലാം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അവരെ ഡെസ്റ്റിനിലേക്ക് നയിക്കുന്ന ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ, ഇന്ന് അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവഹിതമില്ലാതെ അവരുടെ കുടുംബത്തിനകത്തൊക്കെ വന്ന എല്ലാ കണക്ഷൻസുകളും കട്ടാകട്ടെ. അവർ ഒരു കവനന്റ് ഫാമിലിയാണ്. അതിനകത്തേക്ക് കടന്നു വരുന്ന സകല കുരുക്കളും അഴിഞ്ഞു പോകട്ടെ. കർത്താവെ, എല്ലാ പൈശാചികമായ ഇൻഫ്ലുവൻസുകളും മാറിപ്പോകട്ടെ. എല്ലാ ചതികളും വഞ്ചനകളും മാറിപ്പോകട്ടെ. എല്ലാ വിധത്തിലുള്ള സാത്താന്യ സ്വാധീനങ്ങളും അധികാരമുള്ള യേശുവിനാഥി മാറട്ടെ. ഒരു വലിയ ഡെലിവറൻസ് അവരുടെ മേൽ സംഭവിക്കട്ടെ. അവരെ കാക്കുവാൻ, അവരുടെ തോട്ടം കാക്കുവാൻ, അവരുടെ ഫാമിലിയെ കാക്കുവാനൊക്കെ പ്രത്യേക ദൈവകൃപ അവർക്ക് ലഭിക്കണമേ. അതിനുള്ള വിസ്ഡം പരിശുദ്ധാത്മാവ് നൽകുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ സാത്താൻ ചതിച്ചും വഞ്ചിച്ചും അവരിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ എല്ലാ അനുഗ്രഹങ്ങളും സമയങ്ങളും നന്മകളും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവരിലേക്ക് മടങ്ങി വരട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ചിലതിനെ നിങ്ങൾക്ക് മടക്കി തരുന്നു. പിശാച് ഇന്നലകളെ അപകരിച്ച ചിലതിനെ ദൈവം നിങ്ങൾക്ക് മടക്കി തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ എല്ലാവിധ നന്മകളും ഉയർച്ചകളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.